അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളിച്ചേതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. ഹന്നെ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. എഫ്രൈം മലനാട്ടിലെ സോഫി ബിൻ എൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ എലീഹുവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകനായിരുന്നു. എലീഹു എഫ്രൈമിനായ സൂഫിൻ്റെ മകനായ തോഹുവിൻ്റെ മകനായിരുന്നു. 1 ശമൂവേൽ 1-ാം അധ്യായം 1-ാം വാക്യമാണ് നാം കേട്ടത്. ഇതിൽ ഹന്നയുടെ ഭർത്താവിൻ്റെ പേര് എൽക്കാന എന്നും അവൻ എഫ്രൈമിനാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ എൽക്കാന ലേവിയുടെ മകനായ ഗെർശോമിൻ്റെ മകനായ കെഹാത്തിൻ്റെ കുലത്തിലുള്ളവനായിരുന്നുവെന്ന് 1 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൽക്കാന എഫ്രൈമിൻ ആണെന്ന് 1 ശമൂവേൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത്. ലേവ്യ ഗോത്രത്തിന് പട്ടണങ്ങൾ കൊടുക്കുവാൻ യഹോവ കൽപ്പിച്ചിരുന്നു. ആ പട്ടണങ്ങളിൽ എൽക്കാനയുടെ പൂർവികർക്ക് ലഭിച്ച പട്ടണം എഫ്രൈമിലായിരുന്നതിനാലാണ് എൽക്കാന എഫ്രൈമിൻ എന്ന് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എൽക്കാന ലേവിനും ദൈവഭയമുള്ളവനും ആയിരുന്നു. 2 ഭാര്യമാരായിരുന്നു എൽക്കാനയ്ക്ക് ഉണ്ടായിരുന്നത്. ആ കാലത്ത് ഒന്നിലധികം ഭാര്യമാർ പാപം അല്ലായിരുന്നു. ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിക്കാമെന്ന് കൽപ്പനകളൊന്നുമില്ലായിരുന്നുവെങ്കിലും ജനം അങ്ങനെ എടുത്തിരുന്നു. അത് പാപമായി ദൈവം കണക്കാക്കിയിരുന്നില്ല. എൽക്കാനയുടെ സ്വഭാവം പഠിച്ചാൽ അവൻ നീതിമാനും ദൈവഭയമുള്ളവനുമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഏലി പുരോഹിതൻ്റെ കാലമായിരുന്നു അത്. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. 1 ശമൂവേൽ 3-ാം അധ്യായം 2-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിന്നും അരുളപ്പാടുകൾ ചോദിച്ചു മേടിക്കേണ്ട ഏലി പുരോഹിതൻ തിന്ന് തടിച്ചിരിക്കുന്നവനും ഹന്നയുടെ ഹൃദയവേദന കാണുവാൻ കഴിവില്ലാത്തവനും ആയിരുന്നു. തന്നെയുമല്ല, തൻ്റെ 2 മക്കളും ദൈവസന്നിധിയിൽ പാപികളും ദൈവത്തെ പരിഹസിക്കുന്നവരും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് ദർശനങ്ങളിൽ കൂടി അരുളപ്പാടുകൾ കൊടുക്കുകയോ വചനത്തിൽ കൂടി പുരോഹിതന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയോ ചെയ്തിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, എൽക്കാനയുടെ കാലത്ത് സകല ജനങ്ങളും പുരോഹിതന്മാരും വഴിവിട്ട് പാപത്തിൽ ജീവിച്ചപ്പോഴും എൽക്കാന തൻ്റെ 2 ഭാര്യമാരെയും കൂട്ടി എല്ലാ വർഷവും ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വഴിപാടുമായി പോയി യഹോവയോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൽക്കാനയുടെ ദൈവഭയമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. നമ്മോടൊപ്പം ജീവിക്കുന്നവരോ സ്നേഹിതരോ തെറ്റുകാരായിരുന്നാലും നമ്മെ രക്ഷിച്ച യേശുവിനെ വിട്ട് പാപത്തിലേക്ക് മാറിപ്പോകാതെ ക്രിസ്തു യേശുവിൻ്റെ പാതയിൽ കൂടി മുന്നോട്ട് എൽക്കാനയെപ്പോലെ നാം ഓടണം. ദൈവം പാപത്തിൽ ജീവിക്കുന്ന പുരോഹിതന്മാരിൽ കൂടി അരുളപ്പാട് അറിയിക്കുകയില്ല എന്ന കാര്യം നാം മറന്നുപോകരുത്. 1 ശമൂവേൽ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു എന്നാണ്. ഈ കാലത്ത് ദുർലഭമാണോ എന്ന് ചോദിച്ചാൽ ദുർലഭമാണ് എന്നേ പറയുവാൻ കഴിയൂ. കാരണം മോശയിൽ കൂടി യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം കൊടുത്തിട്ട് കൂടെ പ്രമാണം അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. യോശുവയുടെ കാലത്തും പ്രമാണം അനുസരിക്കണമെന്ന് ദൈവം പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന് ന്യായാധിപന്മാർ 21-ാം അധ്യായം 25-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജാവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ജനത്തെ മുമ്പിൽ നിന്ന് നയിക്കുവാൻ ദൈവവചനം അനുസരിക്കുന്ന ഒരു നേതാവില്ലായിരുന്നു എന്നാണ് അർത്ഥം. മോശയും യോശുവയും ദൈവഭയമുള്ളവരും പ്രമാണം അനുസരിക്കുന്നവരുമായിരുന്നു. ആയതിനാൽ അവരുടെ ജനത്തോട് പ്രമാണം അനുസരിക്കുവാൻ ഉപദേശിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഏലിയുടെ കാലമായപ്പോഴേക്കും യാഗങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. എന്നാൽ യാഗവസ്തുവിൻ്റെ ഓഹരി ഭക്ഷിക്കുന്ന അഥവാ ജനത്തിൻ്റെ പാപം കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പുരോഹിതന്മാർ തിന്ന് തടിച്ചിരിക്കുന്നുണ്ടെങ്കിലും ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നില്ല. കാരണം അവർക്കതിന് കഴിയാതെ വണ്ണം വലിയ പാപത്തിൽ അവർ മുങ്ങിയിരിക്കുകയായിരുന്നു. 1 ശമൂവേൽ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. 1 ശമൂവേൽ 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്. ഏലി വൃദ്ധനായ അവൻ്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു എന്നാണ്.
ഈ പുരോഹിതന്മാർക്ക് ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുമോ? ഇല്ല, കഴിയുകയില്ല എന്ന് യേശു പ്രസ്താവിച്ചിട്ടുണ്ട്. കുരുടനെ വഴി നടത്തുവാൻ കഴിയുകയില്ല. അതുപോലെ ഇന്നുള്ള പുരോഹിതന്മാർക്കും ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്നില്ല. കാരണം അവർ മുഴുപാപത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. എന്തു തന്നെയായിരുന്നാലും ന്യായപ്രമാണം അനുസരിക്കുന്ന എൽക്കാന നീതിമാനായിരുന്നു. അവൻ ദൈവ വഴിയിൽ തന്നെ നടന്നു. നാമും അപ്രകാരം തന്നെ ജീവിക്കണം. നാം ദൈവവചനം അനുസരിക്കുന്നതിൽ ഉപേക്ഷ വിചാരിക്കരുത്. കാരണം പാപത്തിന് കൂട്ടുനിന്ന ഏലി പുരോഹിതൻ കുഞ്ചി ഒടിഞ്ഞ് മരിച്ചുപോയി. അവന് 2 പുത്രന്മാരായ പുരോഹിതന്മാർ ഒരേ ദിവസം തന്നെ കൊല്ലപ്പെട്ടു. പാപത്തിന് ഭാവിയോ പാപം ചെയ്യുന്നവർക്ക് ദീർഘായുസോ ഉണ്ടാവുകയില്ല. നാം അതെപ്പോഴും ഓർത്ത് പാപത്തെ വിട്ട് ഓടണം. എങ്കിലേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയൂ. കുഞ്ഞുങ്ങളില്ല എന്ന കാരണത്താൽ എൽക്കാനയുടെ ഭാര്യയായ ഹന്നായെ എൽക്കാനയുടെ മറ്റൊരു ഭാര്യയും കുഞ്ഞുങ്ങളുള്ളവളുമായ പെനിന്ന മുഷിപ്പിക്കുകയും വ്യസനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഹന്ന ഉപവസിക്കുകയും ദൈവത്തോട് കൂടുതൽ അനുസരണമുള്ളവളായി തീരുകയും ചെയ്തു. അവൾ കരയുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. എങ്കിലും അവൾക്ക് ദൈവത്തിൽ ആശ്രയമുണ്ട്. മക്കളില്ലാത്ത ഭാര്യമാരോട് ചില ഭർത്താക്കന്മാർക്ക് അകൽച്ച ഉണ്ടായേക്കാം. എന്നാൽ ഹന്നയെ പെനിന്ന വ്യസനിപ്പിക്കുമായിരുന്നെങ്കിലും അവളുടെ ഭർത്താവ് അവളെ ആശ്വസിപ്പിക്കുമായിരുന്നു. പെനിന്നയുടെ വ്യസനിപ്പിക്കൽ ഹന്നയെ ക്ഷുഭിതയാക്കിയില്ല, പിന്നെയോ എളിമയുള്ളവളാക്കി തീർത്തു, പ്രാർത്ഥിക്കുന്നവളാക്കി മാറ്റി. ഏലി പുരോഹിതൻ അവളെ മനസ്സിലായില്ല. പ്രാർത്ഥിച്ചു കൊണ്ടുനിന്ന ഹന്നയെ മദ്യം കുടിക്കുന്നവളാണെന്ന് തെറ്റിദ്ധരിച്ചു. ആരെല്ലാം നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും സംശയിച്ചാലും വ്യസനിപ്പിച്ചാലും ആശ്രയം യേശുവിലാണ് നീ വെച്ചിരിക്കുന്നതെങ്കിൽ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മെ മാനിക്കുന്നവനായ ഒരുവനുണ്ട്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം ഹന്നായുടെ ഗർഭം അടച്ചതുകൊണ്ട് അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ സങ്കടം കണ്ട് ദൈവം ഹന്നയെ ഓർത്തു. ദൈവം നമ്മെന്ന് ഓർത്താൽ നിശ്ചയമായും അടഞ്ഞ വാതിലുകൾ തുറക്കുകയും നിന്ദിക്കുന്നവർ കണ്ട് ഭയപ്പെടുകയും വിട്ടുപോയവർ മടങ്ങി വരികയും ചെയ്യും. സംശയമില്ല. ഹന്നയെ നിന്ദിച്ച ഏലി പുരോഹിതനോട് ന്യായവിധിയുടെ ദൂത് അറിയിക്കുന്നവനായി ഹന്നായുടെ മകനെ തന്നെ കർത്താവ് ഉപയോഗിച്ചു. തന്നെയുമല്ല ദർശനം ഇല്ലാതിരുന്ന ദേശത്തിന് ദർശകനായി ഹന്നായുടെ മകനെ ദൈവം ഉയർത്തി. തന്നെയുമല്ല ഇസ്രയേലിൻ്റെ 12 ഗോത്രത്തിനും അധിപതിയായി വാഴുവാൻ 2 ശക്തന്മാരായ രാജാക്കന്മാരെ വാഴിക്കുവാൻ പെനിന്നയാലും ഏലി പുരോഹിതനാലും നിന്ദിക്കപ്പെട്ട ദൈവഭയമുള്ളവളും വ്യസനമുള്ളവളുമായിരുന്ന മച്ചി എന്ന് പെനിന്നയാൽ പരിഹസിക്കപ്പെട്ടിരുന്ന ഹന്നായുടെ ആദിജാതനെ തന്നെ ദൈവം ഉയർത്തി. അങ്ങനെയുള്ള ഒരു മകനെ ഹന്നയ്ക്ക് കൊടുക്കുവാനാണ് ദൈവം അല്പകാലം ഹന്നയെ മറന്നത്. അങ്ങനെയുള്ളൊരു മകനെ ലഭിക്കുവാനാണ് ഹന്ന കരഞ്ഞതും പട്ടിണി കിടന്നതും വ്യസനിച്ചതും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഇതാലെല്ലാം തീർന്നു എന്ന് ചിന്തിക്കുവാൻ വരട്ടെ. ഒന്നും തീർന്നിട്ടില്ല. മുമ്പത്തെക്കാളും അനുഗ്രഹം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹന്നയെപ്പോലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയായി തീർന്നാൽ നിശ്ചയമായും നാം കർത്താവിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ഒന്ന് മാത്രം നാം ചെയ്താൽ മതി, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ പ്രസാദിപ്പിക്കുക. എന്നാൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ജ്യോതിഷികളെ പോലെ തിളങ്ങുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും കർത്താവ് ഇടവരുത്തും. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം നദി പോലെ ഒഴുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിഷയം ഏത് തന്നെയായിരുന്നാലും അങ്ങ് ആ വിഷയത്തിൽ ഇടപെടണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധി, ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. കടഭാരത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിച്ച് നിത്യജീവനാവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.